ഹലോ, അപ്പോൾ നമ്മളിത് ഈ മാമയുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ലാബ് പപ്പികൾക്ക് ഫുഡ് എടുക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ ഫുഡിനായിട്ട് നമ്മൾ പാലും റസ്ക്കും പിന്നെ പെഡിഗ്രിയും കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ അവരുടെയൊക്കെ വിട്ടിട്ടുണ്ട്. ദേ സ്റ്റെപ്പ് കയറിയിട്ട് പതുക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ലാബ് കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികളുടെ അമ്മയുടെ പേര് ടിയാണ്. നമ്മുടെ മുൻപത്തെ വീഡിയോകളിൽ കാണാം ടോമിനെയും ടിയേനെയും. അപ്പോൾ ടിയയ്ക്ക് 8 കുട്ടികളായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ 5 കുട്ടികളുടെ സെയിലായിട്ടുണ്ട്. ഇനി 3 പേരും ബുക്ക്ഡാണ്. അപ്പോൾ അതേ നമ്മുടെ പപ്പിക്കുട്ടികളുടെ ഫുഡ് അടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല സോഫ്റ്റ് സ്കിന്നാണ് കേട്ടോ ഇവരുടെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാണാനും പിന്നെ എടുക്കാനും നല്ല സുഖമാണ് കേട്ടോ. നമ്മുടെ പിങ്കിക്ക് പറയുമ്പോൾ നല്ല മുടിയുണ്ട്, അത് പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ അവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പ്രഭാത കൃത്യനിർവഹണത്തിനായിട്ട് പോയിരിക്കുകയാണ്. ചിലർ അപ്പീടുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് ഇനി അവർ കുറച്ച് നേരം മുറ്റത്തൂടെ കുറച്ച് നേരം ഓടി കളിക്കും. പിന്നെ ഇവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഏട്ടന് നായക്കുട്ടികളെ പണ്ട് മുതലേ ഇഷ്ടമുണ്ടാകുന്നില്ല. പക്ഷേ വീട്ടിൽ പിങ്കീനെ കൊണ്ടുവന്ന ശേഷം പിങ്കീനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ഇവിടെ വന്നപ്പോൾ ദാ ഇവരുടെയും ആദ്യമൊക്കെ ഒന്ന് തൊടാൻ ജസ്റ്റ് ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഈ കുട്ടികളുടെ അമ്മയായ ടിയനെ കണ്ടപ്പോഴും ആദ്യം ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം അത്രയും ഹൈറ്റുള്ളൊരു നായ്ക്കുട്ടിയല്ലേ. നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ കുഞ്ഞിതാണല്ലോ നമ്മുടെ പിങ്കി. അപ്പം അതിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു മാന്തോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ ആള് വന്ന് മടിയിലൊക്കെ വന്ന് ഇരിക്കലും കിടക്കലൊക്കെ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് നമ്മളുമായിട്ട് ഇണങ്ങി കേട്ടോ ടിയ. കൊണ്ടുവരൂ. ഇത് ബ്രിട്ടാനിയ. അത് ഗുഡ് ഡേ. അതെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ടോമിനെ നിങ്ങൾക്ക് കാണാമല്ലോ. ടോമിൻ്റെ ആ ഒരു പല്ല് കാണിച്ചുള്ള ഒരു നിൽപ്പ് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാട്ടോ. അതുപോലെ തന്നെ ടോമിനെ വിട്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ മാമൻ വന്ന് പറഞ്ഞാൽ മാത്രമേ കേട്ടോ അവൻ കഴിക്കുള്ളൂ. ഭയങ്കര വാശിയാണ് അവന്. അതുപോലെ തന്നെ ഒരു വേട്ടപ്പട്ടീൻ്റെ ആ ഒരു ഗൗരവവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ നായ്ക്കുട്ടിക്ക് ടോമിന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി.